ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം ഈദിൻ്റെ തലേന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഈദ് നീറ്റാടി വെച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ ഈദ് നമ്മൾ ചെറിയ പെരുന്നാളിന് കസിൻസിൻ്റെ കൂടെയും ഞാൻ രാവിലെ നീറ്റാടി പോയി, കബറമ്പുറത്ത് പോയി, അങ്ങനെ നേരെ തിരിച്ചു വന്ന് പിന്നെ ഞാൻ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ എൻ്റെ കസിനും അതേപോലെ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടന്ന്, അല്ലാണ്ട് നമ്മൾ വേറെ കാര്യമായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഈവനിങ്ങിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു, അത്രയൊക്കെ തന്നെ ഉണ്ടായിക്കുള്ളൂ. ഇത്തവണ ഇത് നീറ്റാടി കഴിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മളിങ്ങനെ ഒരേ റൊട്ടീൻ തന്നെയല്ലേ പോകുന്നത്, അപ്പം ഇത്തവണ ഒരു ചേഞ്ച് വേണമല്ലോ. അങ്ങനെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ എൻ്റെ കുറേ നാൾക്ക് ശേഷം ഞാൻ അവിടുന്ന് പെരുന്നാൾ കഴിക്കാൻ പോകുന്നത്. ആദ്യം അവിടെ തന്നെയായിരുന്നു, നമ്മൾ കല്യാണത്തിന് ശേഷവും നിക്കാഹ് കഴിഞ്ഞ ശേഷം മുതൽ നമ്മൾ പെരുന്നാളൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ പോയി വരിക എന്നല്ലാണ്ട് അങ്ങനെ പെരുന്നാൾ കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തവണ പെരുന്നാൾ അവിടെ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനിപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. മാറ്റിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്നുള്ള. കുറേ സാധനങ്ങളൊന്നുമില്ല ഗൈസ്, എന്നാലും വെറുതെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ടായി. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇതാണ് എൻ്റെ ബാഗ് കേട്ടോ. ഈ ഒരു ബാഗ് കാണുന്ന സമയത്ത് എല്ലാവരും എന്നെ കളിയാക്കലുണ്ട്, ഇതെന്താ ചാക്കാണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേങ്കിൽ എന്താണെന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനത്തെ വലിയ ബാഗുകളാണ് ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ വലിയ ബാഗ്. ഞാൻ ഈ ബാഗ് കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി നടന്നിയത്. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് അവസാനം മാനന്തവാടിയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ബാഗാണ് കേട്ടോ ഇത്. സംഭവം അടിപൊളിയാണ്. അപ്പം ഈ ഒരു ബാഗിലേക്കാണ് സാധനങ്ങളൊക്കെ കുത്തി നടക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ബാഗ് വാങ്ങുന്നത്. അപ്പം എന്താക്കാം, ഈ ഓരോരോ സാധനങ്ങളായിട്ട്, അത് പെരുന്നാളിൻ്റെ ഡ്രസ്സും ചെരുപ്പും പക്കുമാൻ്റെ ഡ്രസ്സൊക്കെ അവിടെയാണുള്ളത്. പക്ഷെ അവൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പായിക്കോട്ടെ, അതേപോലെ അവളെ കുഞ്ഞു ഇങ്ങനത്തെ ഗ്ലാസ്, അതേപോലെ ഹെയർ ആക്സസറീസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെയുള്ളത്. അപ്പം അതൊക്കെ അങ്ങോട്ടേക്ക് എടുക്കണം. ഈ ഒരു സാധനം അടിപൊളി, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതില്ലാണ്ട് അവൾക്ക് ആവുന്നില്ല, എന്താണെന്നറിയില്ല. കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് അങ്ങനെ ഇല്ല. അപ്പം ഇതിലേക്ക് എന്താക്കാം, ഓരോന്നായിട്ട് അങ്ങ് എടുത്ത് വെക്കാം. ഭയങ്കര വലിയ സ്പേസ് ഉള്ള ബാഗാണ് കേട്ടോ. നാവ് അങ്ങോട്ട് വഴങ്ങുന്നില്ല ഗൈസ്. അപ്പം എല്ലാവരും ഈദിൻ്റെ പരിപാടികളൊക്കെ എവിടം വരെ എത്തി എന്നുള്ളതൊക്കെ മെസ്സേജ് ചെയ്യണം. ഇത്തവണ കജോഡി വുമൺസ് എന്നാണ് ഇത്. മൈ ഫാദർ ഇൻ ലോൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. പെരുന്നാൾ സമ്മാനം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഡ്രസ്സ് ഇപ്പോൾ കാണിച്ചു തരുന്നില്ല. ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു ഗുമ്മങ്ങ് പോയി പോകും. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് എന്തായാലും ഞാനിപ്പോൾ കാണിച്ചു തരുന്നില്ല. ഇത് ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് പക്ഷേ ഞാൻ കുറച്ചും കൂടെ ബാക്കോട്ട് ഇരിക്കാം, എന്നാലാ നിങ്ങൾക്ക് എന്നെ കാണുള്ളൂ തോന്നുന്നു. സെറ്റല്ലേ? അപ്പം ഇത്തവണത്തെ പെരുന്നാൾ ഡ്രസ് കജോഡി വുമൺസ്. കജോഡിയിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അടിപൊളി കളക്ഷനാണ്. ഞാൻ കജോഡി തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എൻ്റെ കയ്യിലുള്ള ഏകദേശം ഡ്രസ്സൊക്കെ കജോഡിന്നാണ്. അപ്പോൾ നല്ല സെറ്റ് ഡ്രസ്സുകൾ അവിടെ കിട്ടും. ഇത് ചുരിദാറാണ് കേട്ടോ. കുറേ നാളായിട്ട് ചുരിദാറൊന്നും ഇടലില്ല. ഈ ജീൻസ് ടോപ്പ് ഇതൊക്കെ തന്നെ ഇടല്. പക്ഷെ ഇത്തവണ ചുരിദാറാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായില്ലേ ചുരിദാറൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഡ്രസ്സിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെരുപ്പിങ്ങനെ ഒരു കവറിലാക്കിയതാണ്. നേരം പിന്നെ ഹീൽസ് ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഹീൽസ് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വേറെയുള്ള ചെരുപ്പ് അങ്ങനെ ഇടാനാവില്ല. പക്കുമാൻ്റെ ഓൾറെഡി ഞാൻ ചെരുപ്പ് എടുക്കുന്ന ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിട്ടോ. പക്ഷേ എങ്കിൽ അതിൽ ചെരുപ്പൊന്നും ഞാൻ കാണിച്ചിട്ടില്ലേനോ, എന്താണെന്നറിയില്ല. അന്ന് പിന്നെ പെട്ടെന്ന് ഇടിപിടിന്ന് വന്നുകൊണ്ടാണ് തോന്നുന്നു കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അവൾ അധികം കൂടുതൽ ഇങ്ങനെ ഈ ജീന് ടോപ്പ്, അതേപോലെ ടീഷർട്ട്സ്, ട്രൗസർ, പാൻറ്റ്സ് അങ്ങനെയൊക്കെ ഇടല്. ഫ്രോക്ക് ഇടൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷൂവിൻ്റെ കളക്ഷനാണ് കൂടുതലും. ഷൂകൾ പിന്നെ അതേപോലത്തെ സാധനങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു ഷൂവിനും അതേപോലെ ഇനി അഥവാ ഉടുപ്പ് ഇടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചെരുപ്പ് എടുക്കണം. ചെരുപ്പില്ല തന്നെ, ഫുള്ള് ഷൂകളാണ്. പല ടൈപ്പ് ഷൂ. ഇനിയിപ്പോൾ വൈറ്റിലായിക്കോട്ടെ, പിങ്ക്, ബ്ലൂ, ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് പല മോഡല്. നമ്മളെ ഈ ലൈസ് കെട്ടുന്നത്, ലൈസ് കെട്ടാത്തത്, ഒട്ടിക്കുന്നത്, ഇങ്ങനെ വലിച്ച് അങ്ങനെ ഇടുന്നത്, അങ്ങനത്തെ സാധനങ്ങളുണ്ടോ. അപ്പോൾ ഇതാണ് അവളുടെ പെരുന്നാൾ ഷൂ. അവളുടെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഷോർട്സിൽ ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ബോക്സോടൊക്കെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ പോയിട്ട് ബോക്സ് കളയും, പിന്നെ തിരിച്ചു വരുമ്പോൾ അത്ര വലിയ ഭാരമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്കിതിങ്ങനെ ബോക്സോടൊക്കെ തന്നെ വെക്കാം. പുതിയതൊക്കെ അങ്ങനെ വെക്കുന്നില്ലേ അതിൻ്റെ ഒരു രീതി. പിന്നെ ഇപ്പം എന്താ, പിന്നെ അവളെ കുഞ്ഞ് ബെൽറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഗ്ലാസ് ഇതില്ലാണ്ടൊക്കെ ആവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെക്കുന്നുണ്ട്.
ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ചോദിക്കും. ഇപ്പം ഇന്ന് രാവിലെ തന്നെ മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് ചിന്നുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ മൈലാഞ്ചി വാങ്ങിയിട്ട് വേണം പോകണമെങ്കിൽ. അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും വേറെ ഉണ്ട് കേട്ടോ. പിന്നെ മൈ ഫേസ് വാഷ് ഇപ്പം കുറേ നാളായിട്ടില്ലേ ഞാൻ ഈ സോപ്പ് ഉപയോഗിക്കില്ല. കാരണം എൻ്റെ മുഖത്ത് നിറച്ച് കുരുവൊക്കെ വന്നിരിക്കാൻ. അപ്പം ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട് കുറേ നാളായി. ഇപ്പം ഞാൻ അധികം ഈ ഒരു എന്താ പറയുക ഹിമാലയൻ്റെ ടെർമറിക് ഫേസ് വാഷ് സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതന്നെ ഇപ്പോൾ കുറേ നാളായി ഞാനിത് ഉപയോഗിക്കുന്നു. പിന്നെ മൈ സൺസ്ക്രീൻ വെയിലൊന്നുമില്ല എന്നാൽ കൂടി ഒരു പ്രൊട്ടക്ഷന് നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ കോമ്പാക്റ്റ് ഉണ്ട് കേട്ടോ. ഈ കോമ്പാക്റ്റും കൂടെ ഇതിൽ അങ്ങ് വെക്കാം. ഐലൈനർ ഗൈസ്, ഐലൈനർ ഞാൻ യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ്. ഐലൈനറും കൺമഷി യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉപയോഗിച്ച് കുറേ നല്ലാണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ഉപയോഗിക്കൽ തന്നെ ഇല്ല. പക്ഷെ ഞാൻ വിചാരിച്ചെന്തായാലും വെറുതെ ഒന്ന് ഇങ്ങനെ അഥവാ വരക്കണം തോന്നുകയാണെങ്കിൽ ഇപ്പം ചുരിദാറൊക്കെ അല്ലേ ഇങ്ങനെ മറ്റേ അനാർക്കലി ടൈപ്പ് ചുരിദാറാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതൊക്കെ ആകുമ്പം ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ എഴുതിക്കണ കുറച്ച് രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തിയാണ് കാര്യം ഉണ്ടോയെന്നൊന്നും അറിയില്ല ഗൈസ്. അങ്ങനെ ഐലൈനർ. പിന്നെന്താ ബ്രഷ്. എൻ്റെ ഒരു ബ്രഷ് ഓൾറെഡി ആളുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ പിന്നെ പറയുമ്പോൾ ബ്രഷ് എന്തിനാണ് ഞാൻ എടുക്കുന്നത്? ബ്രഷ് വേണ്ടല്ലോ അല്ലേ, അതെടുക്കട്ടെ ഗൈസ്. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഏതാ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഈ ഡാസ്ലറിൻ്റെ ഇത് DC 23 ഷെയ്ഡാണോ 23 ആണോ 42 ആണോ ഓർമ്മയില്ല. ഞാൻ എന്തായാലും നോക്കിയിട്ട് പറഞ്ഞുതരാം. ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഈ ഡാസ്ലറിൻ്റെ സാധനമാണ് കേട്ടോ. ഇത് കണ്ടോ നല്ല രീതിക്ക് തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ അകം വരെ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാം. ആ ഒരു സ്ഥിതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇപ്പം ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. മാറ്റ് ലിപ്സ്റ്റിക്ക്, അതായത് മാൾസിൻ്റെ ഇപ്പം എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മാൾസിൻ്റെ ഭയങ്കര ക്രീമി ഈ ബട്ടറി ടെക്സ്ചറാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു ലിപ്സ്റ്റിക് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 12 ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര പേര് കേൾക്കാൻ കുറച്ച് രസമായിട്ടുണ്ട്. അന്നേരം ഇതാണിപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഐറ്റം സംഭവം അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ഫേസൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി. പിന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിന് പെട്ടെന്ന് പോവും. അതിനും കുറച്ചും കൂടെ ബെറ്റർ ആ കാര്യത്തിലൊക്കെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മറ്റേ മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് പെട്ടെന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിലോ ഒന്ന് ടൗണിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കിന് ആ ലിപ്സ്റ്റിക്ക് നമ്മൾ പിന്നെയും ഒന്നും കൂടെ ഇടണം. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഫുഡ് കഴിച്ചാലും കുറച്ച് നേരത്തേക്ക് ഇത് ലാസ്റ്റ് ചെയ്യും. പക്ഷെ മറ്റേ തീരെ ലാസ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ ഇതിപ്പോൾ ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ബോൾഡ് മാറ്റ് ലിപ് ലൈനർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സംഭവം അടിപൊളിയാണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. ഇതിന് എത്രയാ? ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. 69 രൂപ. പക്ഷെ സംഭവം അടിപൊളിയാണ്. പിന്നെ എന്താ, അത് ഞാൻ എപ്പോഴും എവിടെ പോകുമ്പോഴും എടുക്കുന്ന ഒരു ഐറ്റമാണ് ഗൈസ്, മൈ ക്യൂട്ട് പേഴ്സ്. കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ കാര്യമായിട്ട് വെക്കാനൊന്നുമില്ല. പിന്നെ ഇതാ നമ്മളെ തൊപ്പിത്തട്ട. ചിലപ്പോൾ ഞാൻ ഹിജാബ് റോൾ ചെയ്യും, ചിലപ്പം അറിയില്ല. എൻ്റെ ഡ്രസ്സ് വൈറ്റാണ്. അപ്പോൾ വൈറ്റിന് ഞാൻ ഈ ബ്ലാക്ക് ഹിജാബ് റോൾ ചെയ്തിട്ട് ഷോൾ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചേ. നോക്കെന്തായാലും ഇനിയിപ്പോൾ പോയിട്ട് മാറ്റണം. മാറ്റണം. ഇപ്പോൾ സമയം ഏകദേശം 11:30-12 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ മാറ്റുക, ഫോണിൻ്റെ ചാർജർ എടുത്ത് വെക്കണം, അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതും അടിപൊളിയാവട്ടെ, ഞങ്ങളുടെ ഇതും അടിപൊളിയാവട്ടെ. ഇനിയിപ്പോൾ ബാക്കി കാണാം. ഇനി ടൗണിൽ പോകണം. ടൗണിൽ പോയിട്ട് വേണം മൈലാഞ്ചി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ. അവൾക്ക് ഹെയർ ക്ലിപ്പ് വാങ്ങണമെന്നുണ്ട്. ഈ ടീഷർട്ടും ജീനും ഇടുന്നതുകൊണ്ട് ക്ലിപ്സൊക്കെ അങ്ങനെ കുത്തുമ്പം ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ വാങ്ങാത്തത്. നോക്കാം. പിന്നെ ഒരു ഫ്രോക്ക് ഉണ്ട്. അപ്പോൾ അത് ഇടുകയാണെങ്കിൽ അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബാൻഡും ഇങ്ങനെ ഹെയർ ക്ലിപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിനിപ്പം മാറ്റിയിട്ട് വരാം. കൈസ് മാറ്റി കഴിഞ്ഞു. വലിയ ബാഗ്. പോയിട്ട് വരാം. ബൈ.
പൊടിയാണ്. മൈലാഞ്ചി കാണിക്ക്. എത്ര ഉണ്ട്? ഉമ്മച്ചിക്ക് തരുവാ? മൈലാഞ്ചി വേണ്ടേ? സുന്ദരിയാവണ്ടേ? സുന്ദരിയാവണ്ടേ? അത് ഉമ്മച്ചിക്കാ? താങ്ക് യു. എന്താ വേണ്ടേ? ഇനി വളവാട്ടിയാ? ഈ മൈലാഞ്ചി ഇഷ്ടാ? നല്ല ഇഷ്ടാ? അങ്ങനെ മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ കേട്ടോ, ഇത് ഈദിൻ്റെ അന്ന് രാവിലെയാണ്. അങ്ങനെ നിസ്കാരത്തിനൊക്കെ എഴുന്നേറ്റ് പക്കുമ എണീച്ചിട്ടില്ല. അങ്ങനെ ഞാനും ഉമ്മച്ചിയും ഉപ്പച്ചിയും ഒക്കെ എഴുന്നേറ്റു. 8:30 ആകുമ്പോഴത്തേന് നിസ്കാരത്തിന് ഉപ്പച്ചിക്കൊക്കെ പോകണം. പിന്നെ ഇതാ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ രാവിലെ എഴുന്നേറ്റപ്പോഴേ ക്ലീൻ ചെയ്യാമെന്ന് കരുതിയതാകുമ്പോൾ പിന്നെ കുറേ കഴിഞ്ഞ് ഇതാക്കുമ്പം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ പിന്നെ ക്ലീനിങ് ഒന്നും നടക്കില്ലല്ലോ. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേനും ജഗപുകയായിരിക്കും. അപ്പോഴത്തേക്ക് രാവിലത്തെ പരിപാടികളൊക്കെ തീർത്ത് വെക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ളതൊക്കെ തലേന്ന് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈദ് മുബാറക്. ഈദ് മുബാറക് പറ. ഈദ് മുബാറക് പറ. അങ്ങനെ ഡ്രസ്സിൻ്റെയും എൻ്റെയും മോളതൊക്കെ ഡ്രസ്സിൻ്റെ കുറച്ച് ഫോട്ടോസും, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറി വെക്കാനൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ ഇത്. അങ്ങനെ കുറച്ച് ചെരുപ്പും കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ അതിൻ്റെ മേലെയും വെച്ച്, അതേപോലെ തന്നെ മോളെ ഡ്രസ്സ് വെച്ച് അവളുടെ ചെരുപ്പ്, അവളുടെ ഹെയർ ബോസ് കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ ഇൻസ്റ്റയിലും ഇതിലൊന്നും വേറെ സ്റ്റോറി ഇടേണ്ട കാര്യമില്ലല്ലോ. ഡ്രസ്സ് ഇട്ട് സ്റ്റോറി ഇട്ട് ഈദ് കഴിഞ്ഞ് അൽഹംദുലില്ലാ. അങ്ങനെ ഇത് അവൾക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, ഉപ്പയും പള്ളിയിൽ പോയിട്ടുണ്ടായി. പിന്നെ ഞാൻ അവൾ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായി. അങ്ങനെ പിന്നെ അവൾക്കുള്ള ഡ്രസ്സ് മാറ്റി കൊടുക്കുകയായിരുന്നു. നമ്മൾ അവൾക്ക് ശരിക്കും പെരുന്നാക്കേക്ക് കണക്കാക്കിയത് ടീഷർട്ടും ജീൻസും ആണ്. പിന്നെ ഈ ഒരു ഫ്രോക്ക് നമ്മൾ പുതിയ തന്നെയായിരുന്നു, ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അത് ഇട്ട് കൊടുക്കാമെന്ന് ആദ്യം കരുതി. അങ്ങനെ ഈ ഒരു ഫ്രോക്ക് സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് കോഴിക്കോട് നിന്ന് എങ്ങാണ്ട് ഉമ്മ എടുത്തതാണ്. അങ്ങനെ പക്ഷേ സംഭവം അടിപൊളി ഫ്രോക്കാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇട്ടിട്ട്. പക്ഷേ ഒരൊറ്റ ഫോട്ടോ ഈദിൻ്റെ അന്ന് അവളതും നല്ലത് കിട്ടിയിട്ടില്ല, എൻ്റെതും നല്ലത് കിട്ടിയില്ല, ആർതും നല്ലത് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കളിച്ചു, പക്ഷേങ്കിൽ ഒന്നും എടുക്കാൻ അങ്ങോട്ട് സമ്മതിച്ചില്ല. ഫോട്ടോ എടുക്കാൻ സമയത്ത് നോ 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 ഇതന്നെയായിരുന്നു പരിപാടി. ഒറ്റൊരു ഫോട്ടോ കിട്ടിയിട്ടില്ല, അതായിരുന്നു എൻ്റെ സങ്കടം. എനിക്കും നല്ലതൊന്നും കിട്ടിയിട്ടില്ല, അവളെ ഫോട്ടോയും നല്ലതൊന്നും കിട്ടിയിട്ടില്ല. 3-4 തവണ പുതിയ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്, എന്നാൽ കൂടി ഒരൊറ്റ ഡ്രസ്സിൻ്റെ ഫോട്ടോ നല്ലോണം കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെയും മാറ്റിയിട്ടില്ല. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി സാധാ വീട്ടിലിരുന്ന നോർമൽ ഡ്രസ്സ് തന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞാൻ എന്താ പറയുക, കുറച്ചു അല്ലറ ചില്ലറ പരിപാടികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട്, അതായത് നീറ്റാടിയപ്പോൾ ഉള്ളത് ഇങ്ങനെ മില്ലുമുക്കിലേക്ക് പോകണം, വെല്ലിപ്പാനടുത്തൊക്കെ പോകാനുണ്ടായി. അങ്ങനെ ഉപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പ കൂട്ടാൻ വരാൻ നിൽക്കുന്ന സമയം കൊണ്ട് ഞാനൊന്ന് ഫേസൊക്കെ എന്താ പറയുക, ഒന്ന് കുറച്ച് ക്രീമൊക്കെ ഇട്ട്, കുറച്ച് ലിപ്സ്റ്റിക്, ക്രീമൊന്നുമല്ല സൺസ്ക്രീമാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ടു, ഒരു ലിപ്സ്റ്റിക്ക് 2 ലിപ്സ്റ്റിക്ക് അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ ഇട്ടു. അത് തന്നെയാണ് ഇന്നത്തെ ഒരുക്കെന്ന് പറയാൻ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇതിന് റോൾ ചെയ്യാനുള്ള ഷോൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായി. അപ്പം അതൊക്കെ ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ടാണ്. അങ്ങനെ ഞാൻ കുറച്ച് കോമ്പാക്റ്റ് ഒക്കെ ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക്, അല്ലാണ്ട് ഒന്നും ഇടുന്നില്ല കേട്ടോ. എന്നാലും ഇത് ഡ്രസ്സ് ഇട്ട് പിന്നെ വീട്ടിൽ പോയി അഴിച്ചിട്ട് ഇത് തന്നെയാണ്. വലിയ പെരുന്നാൾ വലിയൊരു ഉഷാറ് എന്ന് പറയാനുണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, നമ്മൾ കുറേ നേരം അങ്ങനെ വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച്, പിന്നെ വീട്ടിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായി, അവരോടൊക്കെ സംസാരിച്ച്. അപ്പോഴൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് എല്ലാവരും വന്നു പോയതിന് ശേഷമാണ് ഞാൻ ശരിക്കും ഡ്രസ്സപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഹെയർ ഒന്നും കെട്ടിയിട്ടില്ല, പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു. ഹെയർ കെട്ടിയിക്കിൻ്റെ തന്നെ ആകെ അലമ്പാവും. ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ട് പിന്നെ നേരെ തറവാട് എന്ന് പറയുന്നത് എന്താ, ഉപ്പാൻ അതിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് പിന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ ഞങ്ങളെടുത്ത് നേരെ അവിടെ കിടന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ ഈദ്. കഴിഞ്ഞ ഈദിന് കസിൻസൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് നടന്ന ഈദായിരുന്നു. ഒരു ഈദ് നല്ലതാണെങ്കിൽ ഒന്ന് കൊളാവുമല്ല, അതാണല്ലോ സാധാരണ സംഭവിക്കാറ്. പിന്നെ നമ്മൾ നേരെ മാനന്തവാടിക്ക് പോയി. നമ്മൾ വേറൊരു കസിൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവളുടെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ അവളെ ചെറുതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പോയി നമ്മൾ അവിടെ എത്തി. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ചു, സ്ട്രോബെറി ഐസ്ക്രീം. അപ്പം ഞാൻ കഴിക്കുന്നുണ്ട്, ഞാൻ ഇഷുവിനോട് ഇങ്ങനെ കഴിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, ലൈക്ക് ഷെയർ.